കേരള PSC 10th പ്രിലിംസിൻ്റെ 4th സ്റ്റേജ് എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. 2026 ഓഗസ്റ്റ് 1 ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെയായിരുന്നു എക്സാം. മോർണിംഗ് ഷിഫ്റ്റിലും ഒരു എക്സാം നടന്നിരുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഉദ്യോഗാർത്ഥികളെല്ലാം മോർണിംഗ് ഷിഫ്റ്റിലുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് നോക്കി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത് എന്നെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും എക്സാമിന് പോയിട്ടുണ്ടാവുക. അപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് ഒരു സന്തോഷമായിട്ടുണ്ടാവും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരിക എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും അവർ പോയിട്ടുള്ളത്. ഏകദേശം അതുപോലത്തെ ക്വസ്റ്റ്യനാണ് വന്നത്. എന്നിരുന്നാലും മോർണിംഗിലെ എക്സാമിനേക്കാളും അത്യാവശ്യം ടഫായിരുന്നു. അതായത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കുറച്ചധികം വന്നു. അതിൽ കുറച്ച് ഉദ്യോഗാർത്ഥികളെ അത് കൺഫ്യൂഷനിലാക്കി. മാത്സ് നല്ല എളുപ്പമായിരുന്നു. അത്യാവശ്യം എല്ലാ സ്കോറും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു മാത്സ്. സയൻസിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒഴിച്ചാൽ ബാക്കിയെല്ലാം അത്യാവശ്യം പഠിച്ചു പോയ ഒരു ആൾക്ക് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. GK പാർട്ട് ചിലർക്ക് കുറച്ച് ടഫാണെന്ന് പറഞ്ഞു. അത് പ്രിപ്പയർ ചെയ്തതിലൊക്കെയുള്ള ഡിഫറൻസ് വെച്ചിരിക്കും. ഇതുവരെ നമ്മുടെ കയ്യിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി എത്തുമ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പറാണ് എത്തിയത്. അതിൽ ഒന്ന് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. എളുപ്പമാണെന്ന് പറഞ്ഞാലും ക്യാൻസൽ ചെയ്തു. ഇനി അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യമില്ല. ബാക്കി 3 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടഫ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതിൽ വന്ന NCERT ക്വസ്റ്റ്യൻസ് ആൾക്കാരെ ഒന്ന് ഞെട്ടിച്ച ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഈസി ആയിട്ട് കിട്ടാമായിരുന്ന ജോഗ്രഫിയിലെ മാർക്ക് പലർക്കും 1-2 മാർക്കിൽ ഒതുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ടഫായിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യത്തെ ഫസ്റ്റ് ഫേസിലുള്ളതാണ്. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ പേപ്പറാണ് ടഫായിട്ടുള്ളത്. ഇന്ന് മോർണിംഗ് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ നടന്ന 3 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ എളുപ്പമുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പോലും ഉദ്യോഗാർത്ഥികൾക്ക് കൺഫ്യൂഷൻ വന്നു. അങ്ങനെ കൺഫ്യൂഷൻ വരാനുണ്ടായ ഒരു പ്രധാന കാരണം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു പോയില്ല. പ്രിലിംസ് ആണെങ്കിലും നമ്മളെ മെയിൻസ് ആണെങ്കിലും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിച്ചാലും അതെങ്ങനെ വളഞ്ഞ് ചോദിച്ചാലും ആൻസർ ചെയ്യുന്ന രീതിയിൽ ക്ലിയർ ആയിരിക്കണം. നമ്മൾ പലപ്പോഴും പ്രിലിംസിനെ കുറച്ച് കാണും. പ്രിലിംസ് ആണ് നമുക്ക് ഏകദേശം ഒരു ധാരണ മതി. ഇനി അങ്ങനെയല്ല. SCERTയും NCERTയും പഠിച്ച് സിലബസ് ഫുൾ കവർ ചെയ്ത ശേഷം മോക്ക് ടെസ്റ്റ് എടുത്ത് മാത്രമേ ഇനി നമ്മൾ പ്രിലിംസിനായാലും മെയിൻസിനായാലും പോകാൻ പറ്റൂ. നമ്മുടെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് 65 മാർക്സ് ആണ്. ഇനി ഓഗസ്റ്റ് 22 എക്സാം നടക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ നമുക്ക് വ്യക്തമായ ഒരു ഐഡിയ കിട്ടൂ. ഓഗസ്റ്റ് 22 എക്സാം നന്നായിട്ട് എളുപ്പമാവാനും അതല്ലെങ്കിൽ വളരെയധികം PSC ഘടിപ്പിച്ചു PSCയുടെ ചരിത്രത്തിൽ തന്നെ 10th പ്രിലിംസിന് ഏറ്റവും ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആവാനും ചാൻസ് ഉണ്ട്. SCERTയിൽ നിന്ന് PSC ഒരുപാട് ചോദിച്ച് എനിക്ക് തോന്നുന്നു SCERT PSCക്ക് ഒരു ബൈഹാർട്ടായി ഉദ്യോഗാർത്ഥികൾക്ക്. ഇനി NCERTയിലേക്ക് പോകാമെന്നാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് NCERTയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതുണ്ട്. സയൻസ് എല്ലാം ചോദിച്ചാൽ ഒരുവിധം ഉദ്യോഗാർത്ഥികൾക്കൊന്നും അറ്റൻഡ് ചെയ്യാനേ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനി ഓഗസ്റ്റ് 22 എക്സാം ഉള്ളവർ നമ്മളിപ്പോൾ ഇന്ന് നടത്തിയ എക്സാമിൻ്റെ മോർണിംഗ് ഷിഫ്റ്റിലെ ആൻസർ കീ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കുക. ഈ ഒരു എക്സാമിൻ്റെത് ഞാൻ ഇന്ന് തന്നെ ആൻസർ ഇടുന്നതാണ്. അതും ഒന്ന് കണ്ടു നോക്കിയ ശേഷം നിങ്ങളുടെ ഒന്ന് സ്വയം വിലയിരുത്തുക. നമ്മുടെ ചാനലിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. SCERT നമ്മൾ അധിക ചാപ്റ്റേഴ്സും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ NCERT സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് അത്യാവശ്യം ക്ലിയർ ചെയ്യാനുള്ള ഒരു 70+ മാർക്ക് കിട്ടുന്നതാണ്.